മന്ത്രി OR കേളു അദ്ദേഹം പ്രഭാത സവാരിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഉണ്ട്, ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങുന്നതേ ഉള്ളൂ. നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മൂന്നാമത്തെ തവണയാണ് മത്സരം. അപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണ്? അപ്പോൾ 20 ദിവസമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വേണം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം നമ്മൾ ചെറിയ ഒരു റാലിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ അടിയന്തരമായിട്ട് ഈ യോഗങ്ങൾ ചേരണം. നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യണം. വളരെ ക്രമീകരിച്ച് വളരെ ഫാസ്റ്റായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കൂ. ദിവസം കുറവായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് വോട്ടർമാരോട് ഈ മൂന്നാം തവണ വരുമ്പോൾ പറയാനുള്ളത്? പൊതുവെ മുമ്പൊക്കെ മാനന്തവാടി അല്ലെങ്കിൽ വടക്കേ വയനാട് UDFന്റെ ഒരു ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന സ്ഥലത്താണ് താങ്കൾ 2 തവണ ജയിച്ചു. ഇത്തവണ മൂന്നാം അംഗത്തിന് വളരെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങുന്നു. അപ്പോൾ വോട്ടർമാരോട് എന്താണ് പ്രധാനമായിട്ടും പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ള കാര്യം പ്രധാനമായിട്ടും ഇപ്പോൾ അവർ 2 തവണ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസത്തിനനുസരിച്ച് 100% ഇല്ലെങ്കിലും മാനന്തവാടിയുടെ വികസനം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു. അതിൽ പ്രധാനമായിട്ടും മെഡിക്കൽ കോളേജ് വന്ന കാര്യം, നഴ്സിംഗ് കോളേജ് വന്ന കാര്യം, റോസ കോളേജ് വന്ന കാര്യം, അതുപോലെ തന്നെ നമ്മുടെ പോളിടെക്നിക് വന്ന കാര്യം, IT വന്ന കാര്യം, പിന്നെ നമ്മുടെ വനിതാ കോർപ്പറേഷൻ, ST കോർപ്പറേഷൻ, പിന്നോക്ക കോർപ്പറേഷൻ, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും തന്നെ നമ്മുടെ മാനന്തവാടിയിൽ ഈ 10 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുറമേ നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് റോഡുകളും നമ്മൾ നവീകരിച്ചു കൊടുത്തിട്ടുണ്ട്. റോഡ് ഇപ്പോൾ PWD വകുപ്പ് അല്ലെങ്കിലും റോഡുകളുടെ മന്ത്രി എന്നാണ് പൊതുവെ കേളുവേട്ടനെ കുറിച്ച് പറയുക. കാരണം മണ്ഡലത്തിൽ അത്രയധികം റോഡുകൾ ചെയ്തു എന്നാണ് പറയുന്നല്ലേ? അതെ. അപ്പോൾ ഇങ്ങനെ റോഡുകളായാലും സ്ഥാപനങ്ങളായാലും മെഡിക്കൽ കോളേജായാലും നഴ്സിംഗ് കോളേജൊക്കെ ആയാലും ജനങ്ങൾ നമ്മളെ വിശ്വാസം ഏൽപ്പിച്ച കാര്യങ്ങൾ നല്ലൊരു ശതമാനം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇനിയിപ്പോൾ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പൂർണ്ണതയാണ് എൻ്റെ മനസ്സിൽ. ഇനി അതാണ്. ഇപ്പം നമ്മൾ പ്രാഥമികമായിട്ട് MBBS അഡ്മിഷൻ കൊടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ നമ്മൾ സ്ഥായിയായിട്ട് നമുക്ക് നമ്മുടെ അക്കാദമിക് ബ്ലോക്കൊക്കെ നിർമ്മിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്പുകുത്തിയിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം എടുക്കാനുള്ള നടപടി ഏകദേശം പൂർത്തീകരിച്ച മട്ടിലാണുള്ളത്. അത് പൂർണ്ണമായിട്ട് ലഭ്യമാക്കി അവിടെ നമ്മുടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായിട്ട് ഒരു ആസ്ഥാന മന്ദിരം അവിടെ വരണം, ഒരു പൂർണ്ണതയിൽ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഒരു അഭിലാഷം ഇനി ബാക്കിയുള്ളത്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അങ്ങ് മന്ത്രിയായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അത് കേരളത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം. കാരണം കേരളം ചരിത്രപരമായിട്ട് ഒരു സാംസ്കാരിക കേരളമാണ്. ആ സാംസ്കാരിക കേരളത്തിൽ ഈ 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷനുണ്ട്. ആ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വം പരമാവധി കാത്തു സൂക്ഷിക്കാനും ഒരു വർഗീയ കലാപങ്ങളില്ലാതെയും മറ്റ് അനിഷ്ട സംഭവങ്ങളില്ലാതെയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രക്രിയ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ മറുവശത്ത് സേവന പ്രക്രിയ, ഇതൊക്കെ നടക്കുമ്പോൾ തന്നെ വലിയ ദുരന്തങ്ങളെ ഈ ഗവൺമെൻറ് അഭിമുഖീകരിച്ചു. ഇതിനെല്ലാം തട്ടി മാറ്റിക്കൊണ്ടാണ് ഈ വികസനവും ഈ ക്ഷേമ പദ്ധതികളും ഒക്കെ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ സാംസ്കാരികത ജനത തീർച്ചയായിട്ടും വിലയിരുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഉള്ളത്. മണ്ഡലത്തിൽ എന്തായാലും പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ജനങ്ങളെ നേരിടുമ്പോൾ ഒരു ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് നേരിടുന്നത്. അതെ. ഞാനിപ്പോൾ 2016 മത്സരിക്കുമ്പോൾ എന്നെ ആരും അറിയില്ലല്ലോ, എന്നെ ആർക്കും അറിയില്ല. പക്ഷെ ആ അറിയാത്ത ഒരു സാഹചര്യത്തിൽ പോലും വന്ന് എന്നെ വിജയിപ്പിച്ചു. പിന്നെ അവർ നൽകിയിട്ട് ആ വിശ്വാസം നമ്മൾ 2016 5 വർഷം നമ്മൾ മാനന്തവാടിൻ്റെ വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം തവണയും ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചു. ഇപ്പോൾ 3ാം തവണ വീണ്ടും മത്സരിക്കുമ്പോൾ അവരൊക്കെ ചിന്തിക്കുമല്ലോ, കാരണം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാവണം, ഇങ്ങനത്തെ ഒരുപാട് വികസനങ്ങൾ ഇനിയും മുന്നോട്ട് പോകണമെന്ന് മാനന്തവാടിക്കാർ ചിന്തിക്കും. തീർച്ചയായിട്ടും ആ അവസരത്തിൽ എന്നിലുള്ള വിശ്വാസം അവർ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കുന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്.
അപ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും കാണാം. മന്ത്രി OR കേളുവാണ് നമ്മളോട് കാര്യങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ 3-ാം അംഗത്തിന് ഇറങ്ങുകയാണ്. ഇന്നലെ തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ പുനഃക്രമീകരിച്ച് കൺവെൻഷനുകളും മണ്ഡല പര്യടനവുമൊക്കെയായി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.